വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിരിക്കുന്നു. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഇപ്പോൾ എത്തിയൊരു വാർത്തയിലേക്കൊന്ന് പോകണം. മലപ്പുറം തിരൂരങ്ങാടിയിൽ വൻ സ്പിരിറ്റ് വേട്ട പിടികൂടിയത്. 20,000 ലിറ്ററിലധികം സ്പിരിറ്റ്. പാലക്കാട് SP-യുടെ ഡാൻസ് ഓഫ് സ്ക്വാഡാണ് പിടികൂടിയത്. ചരക്ക് ലോറിയിലായിരുന്നു സ്പിരിറ്റ് കടത്ത്. വിവരങ്ങളുമായി അഷ്കർ അലി സ്ഥലത്ത് നിന്നും ചേരുന്നു. അഷ്കർ, എങ്ങനെയാണ് ഈ ഇത്രയും അധികം സ്പിരിറ്റ് പിടികൂടിയത്? എന്തെങ്കിലും ടിപ്പ് ഓഫിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ അല്ലേ? അരുൺ, പാലക്കാട് SP-ക്ക് ലഭിച്ച രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചിറ്റൂരിൽ നിന്നുള്ള ഡാൻസ് ഓഫ് സ്ക്വാഡ് ഇത്തരത്തിൽ വലിയൊരളവിൽ സ്പിരിറ്റ് പിടികൂടിയിരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ സ്പിരിറ്റ് വേട്ട എന്ന് തന്നെ പറയേണ്ടി വരും. പ്രാഥമിക കണക്കനുസരിച്ചുകൊണ്ട് 20,000-ലധികം ലിറ്റർ സ്പിരിറ്റ് ഉണ്ട് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ഇതിൻ്റെ കണക്കെടുപ്പ് പുരോഗമിക്കുന്നേ ഉള്ളൂ. ഔദ്യോഗികമായിട്ടുള്ള രേഖ നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടില്ല. നമുക്ക് കാണാൻ കഴിയും, ഇത് തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ഒരു വാഹനമാണ്. ഈ തമിഴ്നാട് രജിസ്ട്രേഷനുള്ള TN 04AY 6573 എന്ന് പറയുന്ന തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ഒരു ചരക്ക് ലോറിയാണ്. ഈ ചരക്ക് ലോറിയിലാണ് ഇത്രയധികം കന്നാസുകളിലായിക്കൊണ്ട് ഏകദേശം 20,000-ലധികം 22,000-ഓളം ലിറ്റർ സ്പിരിറ്റ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് കർണാടക മഹാരാഷ്ട്ര ബോർഡറിൽ നിന്നാണ് ഈ സ്പിരിറ്റുമായി ഈ സംഘം എത്തിയിരുന്നത്. പക്ഷേ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ഇത് പിടികൂടിയായിരുന്നു. നിരത്തി വെച്ച കന്നാസുകൾ നമുക്ക് കാണാൻ കഴിയും. മുഴുവൻ കന്നാസുകളിലും സ്പിരിറ്റാണ് എന്നുള്ളതാണ്. ഇതിൽ ഇപ്പോൾ 2 പേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. വാഹനം ഓടിച്ചിരുന്ന ആളെയും ഒപ്പമുണ്ടായിരുന്ന ആളെയും. അതിൽ ഒരാൾ പാലക്കാട് സ്വദേശിയും അതുപോലെ തന്നെ ഒരാൾ തമിഴ്നാട് സ്വദേശിയുമാണ് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. അതിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സ്പിരിറ്റ് മുഴുവൻ എറണാകുളത്തേക്കാണ് കൊണ്ടുപോകുന്നത് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. കർണാടക മഹാരാഷ്ട്ര ബോർഡിൽ നിന്നും എറണാകുളത്തേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് ഇത്തരത്തിൽ മലപ്പുറം തിരൂരങ്ങാടി കുളപ്പുറത്ത് വെച്ച് ഇവിടുത്തെ HP പെട്രോൾ പമ്പിന് മുമ്പിൽ വെച്ച് പോലീസ് നടത്തിയ പരിശോധന ഇത് പിടികൂടുന്നത്. പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നേരത്തെ ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിൻ്റെ പരിശോധന. അതിൽ കൃത്യമായി തന്നെ പ്രതികളെ പിടികൂടാനും സാധിച്ചിരിക്കുന്നു. ഒരു നേരത്തെ തന്നെ ലഹരിയുടെ ഒഴുക്ക് കേരളത്തിലേക്ക് വലിയ തോതിൽ ലഹരി ഒഴുകുന്നുണ്ട് എന്നുള്ള, അല്ലെങ്കിൽ അത്തരം ലഹരിയുടെ പേരുള്ള അതിക്രമങ്ങളും അക്രമങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ ചർച്ചയാകുന്ന ഘട്ടത്തിലാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ഒരു ലഹരി വേട്ട, സ്പിരിറ്റ് വേട്ട ഇപ്പോൾ നടക്കുന്നത് എന്ന് പ്രത്യേകം പരാമർശിക്കേണ്ടി വരും. ഇതിൽ ഈ കന്നാസുകൾക്ക് മുകളിൽ കുറച്ച് മാലിന്യങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ വേസ്റ്റുകൾ മാറ്റി അതിന് നേരെ തന്നെ താഴെ, അല്ലെങ്കിൽ ഒരു രഹസ്യ അറയിലൊന്നൊന്നും പറയാൻ കഴിയില്ല, പ്രത്യക്ഷമായി തന്നെ അടുക്കി വെച്ച രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. നിരവധി നീല കന്നാസുകളിലായിട്ടാണ് ഇത്തരത്തിൽ 20,000-ലധികം ലിറ്റർ സ്പിരിറ്റ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. അത് തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ഒരു വാഹനമാണ്. ഇതിൽ 2 പേർ ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഒന്ന് തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള അൻപഴകൻ എന്നാണ് പേര് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്ന ചാക്കുകളിൽ ഈ വേസ്റ്റ് മാത്രമായിരുന്നു ഇതിൻ്റെ മുകളിലുണ്ടായിരുന്നു. ഈ കന്നാസുകൾക്ക് മുകളിൽ ഈ ചാക്കുകൾ മാത്രമായിരുന്നു അടുക്കിയിരുന്നത്. പക്ഷേ ഈ ചാക്കുകൾക്ക് അടിയിൽ കന്നാസുകളായി തന്നെ വലിയ തോതിൽ നമുക്ക് കാണാൻ കഴിയും. അട്ടികളായി തന്നെ ഇത്തരത്തിൽ ഇത് കന്നാസുകളായി സ്പിരിറ്റ് അടുക്കി വെച്ചിരിക്കുകയായിരുന്നു. എന്തായാലും കൃത്യമായി പോലീസ് നടത്തിയ ഒരു ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്രയും വലിയ തോതിൽ സ്പിരിറ്റ് പിടികൂടാൻ കഴിഞ്ഞു. നമുക്കറിയാം, തട്ടുകളായി തന്നെ സ്പിരിറ്റ് നീല കന്നാസുകളായി അടുക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് വലിയ തോതിൽ സ്പിരിറ്റ് വേട്ട. ഈ സ്പിരിറ്റ് മറ്റേതൊക്കെ തക്കാളിപ്പെട്ടിയുടെ അടിയിലൊക്കെ ആയിട്ടാണ് കടത്തുന്നത്. ഇത് പൂർണ്ണമായിട്ടും അല്ലേ അരുൺ? ഒരു സംശയമില്ല. കാരണം ഇത്രയും വലിയ അളവിൽ സ്പിരിറ്റ് ഒരു മറയുമില്ലാതെ ഒരു ടാർപോളിൻ ഷീറ്റിൻ്റെ മറിവിൽ ഇങ്ങനെ 10,000-കണക്കിന് 20,000-ലധികം ലിറ്റർ, ഇപ്പോൾ പ്രാഥമികമായി പോലീസ് പറയുന്നത് 22,000-ഓളം ലിറ്റർ ഇതിലുണ്ട് എന്നുള്ളതാണ്. അത്ര അധികം സ്പിരിറ്റ് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത് വലിയ ഒരു ധൈര്യം തന്നെ പ്രതികൾ കാണിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല, മഹാരാഷ്ട്ര കർണാടക ബോർഡറിൽ നിന്നാണ് ഈ സ്പിരിറ്റ് കൊണ്ടുവരുന്നത്. അവിടെ നിന്നും എറണാകുളത്തേക്ക് കൊണ്ടുപോകുന്ന സ്പിരിറ്റ്. അപ്പോൾ ഇത്രയും കിലോമീറ്ററുകൾ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും അടക്കം എല്ലാ പരിശോധനകളും താണ്ടി, എല്ലാ ചെക്ക് പോസ്റ്റുകളും താണ്ടി ഇവിടെ വരെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നീട് പക്ഷേ ഈ ഘട്ടത്തിലെങ്കിലും പോലീസിൽ കൃത്യമായി പാലക്കാട് SP-ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിറ്റൂർ നിന്നുള്ള ഡാൻസ് ഓഫ് സ്ക്വാഡ് അടക്കമുള്ള സംഘങ്ങൾ ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങൾ ഔദ്യോഗികമായി സംസാരിക്കാൻ ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല. സർ, ഇതിൻ്റെ എന്തെങ്കിലും വിവരങ്ങൾ? അവർ അതിൻ്റെ നടപടിക്രമങ്ങൾ, പ്രൊസീജിയർ പുരോഗമിച്ചിട്ടുള്ളവരും അല്പസമയത്ത് മുമ്പാണ് ഇത് പിടികൂടിയത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങൾ പറയാൻ പോലീസ് തയ്യാറായിട്ടില്ല. ഇതിൽ 2 പ്രതികളുണ്ട്. 2 പ്രതികളെ മാറ്റിയിരിക്കുകയാണ്.
അരുൺ ഉണ്ട്. ഒരു വണ്ടിയിലുണ്ടായിരുന്ന 2 പേരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അവരെ ഇവിടെ തൊട്ടടുത്ത് തന്നെ പോലീസ് ജീപ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവരിൽ നിന്നുള്ള പേര് വിവരങ്ങളടക്കം ഇപ്പോൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. ഏതാനും സമയത്തിന് മുമ്പ് മാത്രമാണ് പ്രതികളെ പിടികൂടിയത്. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. പ്രതികളെ ഇപ്പോൾ പോലീസ് മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പോലീസിൻ്റെ ജീപ്പിൽ ഈ 2 പ്രതികളുമുണ്ട്. വാഹനത്തിലുണ്ടായിരുന്ന നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് അവരുടെ പേരിൽ ഒരാൾ മൊയ്തീൻ എന്ന് പറയുന്ന ഒരാളും പാലക്കാട് സ്വദേശിയാണ്. അതുപോലെ തന്നെ തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള അൻപഴകൻ. ഈ 2 പേരാണ് ഈ ലോറിയിലുണ്ടായിരുന്നത്. ഈ 2 പേര് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. 2 പേര് ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. എന്നിരുന്നാൽ പോലും ഈ 2 പേർ മാത്രമാണ് ഈ ലോറിയിലുണ്ടായിരുന്നത്. ഇത്രയധികം സ്പിരിറ്റ് 22,000-ഓളം ലിറ്റർ സ്പിരിറ്റുമായി മഹാരാഷ്ട്ര ബോർഡിൽ നിന്ന് കർണാടക മഹാരാഷ്ട്ര ബോർഡിൽ നിന്നും എറണാകുളത്തേക്ക് ഇവർ കൊണ്ടുപോവുകയായിരുന്നു. ഇതുകൊണ്ടുള്ള ഉദ്ദേശം ഈ സ്പിരിറ്റ് എന്തിനാണ് ഉപയോഗിക്കാൻ കൊണ്ടുപോയത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. മാത്രമല്ല ഇവർ ഇതിൻ്റെ തൊഴിലാളികൾ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഇത് ആർക്ക് വേണ്ടിയാണ് കൊണ്ടുപോകുന്നത്, ആരാണ് ഇത് കൊടുത്തു വിട്ടത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. എന്തായാലും സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയൊരു സ്പിരിറ്റ് വേട്ട തന്നെയാണ് ഇന്ന് മലപ്പുറത്ത് ഉണ്ടായിരിക്കുന്നത്. ഇത് മലപ്പുറം തിരൂരങ്ങാടി കുളപ്പുറത്ത് വെച്ചാണ്, കുളപ്പുറം പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ചാണ് ഇത്തരത്തിൽ വലിയ തോതിൽ തന്നെ സ്പിരിറ്റ് പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വലിയ തോതിൽ ആളുകളും ഇവിടേക്ക് ഇപ്പോൾ തടിച്ചുകൂടുന്ന സാഹചര്യമുണ്ട്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ഒരു മറയുമില്ലാതെ തട്ടുകളായി തന്നെ അടുക്കി കൊണ്ടുപോകാൻ ഈ പ്രതികൾ കാണിച്ച ധൈര്യം കൗതുകകരമായ കാഴ്ചയുണ്ട്. അതിന് മുകളിൽ കയറിയിരിക്കുന്ന ഒരു തൊഴിലാളി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? എനിക്കൊന്നും ഇത് ടാർപോളിനെ കഴിച്ചു മാറ്റാൻ പോലീസുകാരെ സഹായിച്ചയാളാണെന്ന് തോന്നുന്നു. അയാൾ അതിന് മുകളിൽ നിന്നൊരു ചായയൊക്കെ കുടിക്കുന്നുണ്ട് സ്പിരിറ്റിന്റെ മുകളിൽ അല്ലേ? അത് കൊള്ളാം. എന്തായാലും അരുൺ അത് പ്രതിയല്ല, ഇവിടുത്തെ പോലീസുകാരെ സഹായിച്ച തൊഴിലാളിയാണ്. പ്രതിയല്ല. ഇവിടെ നിരവധി നാട്ടുകാരുണ്ട്. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാത്തത് കൊണ്ട് തന്നെ പേരുകൾ ഇതുവരെ പറയാൻ തയ്യാറായിട്ടില്ല. പക്ഷേ 20,000-ലധികം ലിറ്റർ 22,000-ഓളം ലിറ്റർ സ്പിരിറ്റാണ് ഇപ്പോൾ ഈ കുളപ്പുറത്ത് വെച്ച് പിടികൂടിയിരിക്കുന്നത്. അതിൽ വലിയ തോതിൽ ഒരു ഞെട്ടൽ ഉളവാക്കിയിരിക്കുന്നു എന്നതാണ്. കൃത്യമായി പോലീസിന് ലഭിച്ച ഒരു രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു നീക്കം. രാവിലെ മുതൽ തന്നെ പോലീസ് ഈ വാഹനത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ ഡാൻസ് ഓഫ് സ്ക്വാഡ് നടത്തിയ ഇടപെടലാണ് ഇവിടെ കുളപ്പുറത്ത് വെച്ച് ഇത്തരത്തിൽ സ്പിരിറ്റ് പിടികൂടുകയും ചെയ്യുന്നത്. അരുൺ, ഓക്കെ, എന്തായാലും ആ സ്പിരിറ്റിന്റെ ആ കാഴ്ച നമ്മൾ ഞെട്ടിച്ചു കളഞ്ഞു. സാധാരണ ഇതിനൊക്കെ ഒരു മറയും ഒളിയൊക്കെ ഉണ്ടാവും. ഇത്തവണ ഒളിയും മറയൊന്നുമില്ല. ഒരു ടാർപോളിൻ മാത്രം വലിച്ചു കിട്ടി 22,000-ലധികം ലിറ്റർ സ്പിരിറ്റാണ് മഹാരാഷ്ട്ര കർണാടക ബോർഡറിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്നത്. കൊച്ചിയിലേക്ക് കൊണ്ടുപോകാനായിരുന്നു എന്നാണ് പറയുന്നത്. പാലക്കാട് എസ് പിക്ക് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡാൻസ് ഓഫിലെ അംഗങ്ങളാണ് ഇപ്പോൾ ഈ വാഹനം ചേസ് ചെയ്ത് 22,000 ലിറ്റർ വരുന്ന സ്പിരിറ്റ് പിടികൂടിയിരിക്കുന്നത്. കേരളം അടുത്ത കാലത്ത് കണ്ട വലിയ സ്പിരിറ്റ് വേട്ടയാണെന്ന് തന്നെ പറയാം. നേരിട്ട് നീല ബക്കറ്റുകളിലാക്കിയിട്ട് നീല കന്നാസുകളിലാക്കിയിട്ടായിട്ടാണ് ഈ സ്പിരിറ്റ് കടത്തിക്കൊണ്ടുവന്നത്. കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുകയാണ്. 2 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുന്ന മുറയ്ക്ക് അവിടേക്ക് എത്താം.